വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഞാൻ കുറേ ദിവസം കൊണ്ട് നിങ്ങളോട് പറയുന്നുണ്ട്, എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഒരു വിശേഷം അറിയിക്കാനുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ കുറച്ച് തിരക്കിലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളും ഒക്കെ ഞാനിതാ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ അച്ചാറിടാൻ പോവാണ് കേട്ടോ. 10 കിലോ മാങ്ങയാണുള്ളത്. അപ്പോൾ ഇതിപ്പോൾ 5 കിലോ ഉണ്ട്. 5 കിലോ അരിഞ്ഞതിന് ശേഷം പിന്നെ ബാക്കി 5 കിലോയും കൂടെ അരിയാമെന്ന് വിചാരിച്ചു. അപ്പോൾ അൽഹംദുലില്ലാ ഞങ്ങളൊരു ചെറിയ സംരംഭം കൂടെ തുടങ്ങി. വേറൊന്നുമല്ല, എൻ്റെ ചാനൽ കാണുന്ന എല്ലാ ആൾക്കാരും, മിക്ക ആൾക്കാരും തന്നെ പണ്ട് മുതലേ പറയുന്നൊരു കാര്യമാണ്, ഒരു ഹോട്ടൽ തുടങ്ങിക്കൂടെ അങ്ങനെ. അപ്പോൾ ഫൈനലി നമ്മളൊരു ചെറിയ ഹോട്ടൽ തുടങ്ങിയിരിക്കുകയാണ്. ലഞ്ച് മാത്രമേ ഉള്ളൂ. മീനും ചോറും റെസ്റ്റോറൻറ്റ് പാലാരിവട്ടത്താണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു സെറ്റപ്പാണ്. ഒരുപാട് ഭയങ്കര വലിയ സംഭവങ്ങളൊന്നും ഇല്ല. അതുപോലെ അവിടുത്തെ കൊടുക്കുന്ന സാധനങ്ങളാണെങ്കിലും വലിയ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ലഞ്ച് മാത്രം കൊടുക്കുന്നുണ്ട്. ലഞ്ചിൻ്റെ കൂടെ മീനും കൊടുക്കുന്നുണ്ട്. അതായത് നല്ല മീൻകറി, ചോറ്, മീൻ പൊരിച്ചത്, ഇത് മാത്രമേ കിട്ടുള്ളൂ. വേറെ ബിരിയാണിയോ സംഭവങ്ങളോ അങ്ങനെ ഒന്നുമില്ല. അതുപോലെ തന്നെ രാവിലെയും രാത്രിയും അങ്ങനത്തെ ഫുഡ് ഐറ്റംസും ഒന്നും ഇല്ല കേട്ടോ. ഇത്ര മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ അടുത്തടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം, അപ്പോഴത്തേക്കിനും കാണിക്കാം. പിന്നെ ഇന്നത്തെ വീഡിയോയിലെല്ലാം ഞാൻ പറയുന്നതും കാണിക്കുന്നൊക്കെ ഉണ്ട്. എന്നാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ട്രയൽ നോക്കിയ ദിവസത്തെ കാര്യങ്ങളും അതിന് മുന്നത്തെ ദിവസത്തെ കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത് കേട്ടോ. പിന്നെ സ്റ്റാർട്ട് ചെയ്ത അന്നത്തെ ദിവസത്തൊക്കെ ഞാൻ അടുത്തടുത്ത ദിവസങ്ങളിലായിട്ട് കാണിക്കാം കേട്ടോ, ഇൻഷാ അല്ലാ. അപ്പോൾ പിന്നെ ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ തുടങ്ങിയിട്ട് അൽഹംദുലില്ലാ 1 മാസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് മുതൽ ഞാൻ വീഡിയോ ഇടാം എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഒന്ന് സ്റ്റാർട്ടായി, നമ്മളൊന്ന് നമുക്കിത് തുടങ്ങുമ്പോഴത്തേക്കിനും നമുക്ക് അറിയില്ലല്ലോ, ഇത് നമുക്ക് ഫസ്റ്റായിട്ട് തുടങ്ങുന്നില്ല. അപ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ മനസ്സിന്. അപ്പോൾ തന്നെ പറഞ്ഞിട്ട് എന്തോ ഒരു ഇത് നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ എല്ലാം നമ്മളൊന്ന് സമാധാനമായിട്ട് പറയാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും നാളും പറയാണ്ടിരുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് തുടങ്ങിയ ഒരു ടൈമിൽ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചെറുതായിട്ടൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ യൂട്യൂബിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട്, മീനും ചോറും റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതാർക്കും നമ്മളാണ് തുടങ്ങിയെന്നുള്ള ഇതൊന്നും ആർക്കും അറിയില്ലായിരുന്നു കേട്ടോ. ഒരു ഹോട്ടലിൽ പോയിട്ട് വീഡിയോ ഇടുന്ന പോലെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറയാഞ്ഞത് ആ ഒരു ടെൻഷൻ കാരണമാണ് കേട്ടോ. നമ്മളിത് തുടങ്ങുമ്പോൾ എങ്ങനെയാണ് ഒരു 1 മന്തൊക്കെ ആവാണ്ട് എങ്ങനെ പറയും, ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലേന്നൊന്നും അറിയില്ല. അപ്പോൾ ആദ്യമേ ചാടിക്കയറി പറഞ്ഞെല്ലാം കൂടെ കൊളാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ആദ്യം പറയാഞ്ഞത്. പിന്നെ ഒരു പേടിയായിരുന്നു, നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടിട്ട് എന്താകും, ദ്വാ ചെയ്താണ് കേട്ടോ തുടങ്ങിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും നമ്മളൊരു ഹോസ്റ്റൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് കുറച്ച് സ്പേസ് ഉണ്ട്. അപ്പോൾ ഓൾറെഡി അവിടെ നേരത്തെ ഒരു ഹോട്ടലായിരുന്നു, കുറച്ച് നാളായിട്ട് അത് അടച്ചിട്ടേക്കായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഹോസ്റ്റൽ ബിൽഡിംഗ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴത്ത് വേണമെങ്കിൽ നമുക്ക് ഹോസ്റ്റൽ തന്നെ ആക്കാം, വേണമെങ്കിൽ നമുക്കിങ്ങനെ ഒരു ഹോട്ടലിൻ്റെ ഐഡിയയും കൂടെ നമ്മൾ മനസ്സിലേക്ക് വന്നു. അപ്പോൾ എന്തായാലും നമുക്ക് മുകളിൽ ഹോസ്റ്റലുണ്ട്, കുട്ടികളുണ്ട്. അപ്പോഴത്തേക്കിനും നമുക്ക് ഈ താഴത്ത് ഹോട്ടലാക്കി കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഒരു ട്രൈ നടത്തി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് കേട്ടോ. ഇത് തുടങ്ങുന്നതിന് മുന്നേ ഒരു 100,000 പ്രാവശ്യം മറിച്ചും തിരിച്ചും ഞാനും കുറേ ചിന്തിച്ചു, കുറേ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഒരു ഡ്രീമായിരുന്നു എന്ന് തന്നെ പറയാം കേട്ടോ. കുറേ നാളായിട്ട് ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു, ഒരു ചെറിയ സെറ്റപ്പിൽ ചോറ് കൊടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ രീതിയിൽ. പിന്നെ ഇത് ഭയങ്കര ഒരു റിസ്കി ആയിട്ടുള്ള കാര്യമാണല്ലോ ഹോട്ടലെന്നൊക്കെ പറയുകയാണെങ്കിൽ. അത്രയും ഉത്തരവാദിത്വം കാര്യങ്ങളും, ഇപ്പോൾ ഹോസ്റ്റലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ ഡെയിലി നമുക്ക് അതേന്ന് പറഞ്ഞാൽ നിൽക്കേണ്ട കാര്യങ്ങളാണല്ലോ. അപ്പോൾ എങ്ങനെയാകും സത്യം പറഞ്ഞാൽ ഒരുപാട് തിരിച്ചും കുറേ ആലോചിച്ചു കേട്ടോ. അത് എങ്ങനെ പറഞ്ഞു തരണമെന്ന് അറിയില്ല. അത്രയും ആലോചിച്ചതിന് ശേഷമാണ് എന്തായാലും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം, കുഴപ്പമില്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ വിടാം, അങ്ങനെ രീതിയിലാണ് നമ്മൾ തുടങ്ങാൻ വേണ്ടി വിചാരിച്ചത്. അപ്പോൾ ഞാനിങ്ങനെ കുറേ സംസാരിക്കുന്നത് കാണുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. എന്താണെങ്കിലും എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോഴാണ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിച്ചിട്ട് വീഡിയോ ഇടുന്നത്. പിന്നെ കുറേ ആൾക്കാർക്ക് അത് ഇഷ്ടമാണ്, കുറേ പേർക്ക് അത് ഇഷ്ടമല്ല. അതിപ്പോൾ എൻ്റെ കുറ്റമല്ലല്ലോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ അച്ചാറിടൽ പരിപാടിയിലേക്കാണ് കിടക്കുന്നത്. ഞാനാണ് അച്ചാർ ഇട്ടുകൊണ്ടിരുന്നത്. ലാസ്റ്റ് ഒരു അച്ചാർ മാത്രമേ ഉള്ളൂ ഹോട്ടലിൽ ഇട്ടത്. ബാക്കി അച്ചാറെല്ലാം ഞാൻ തന്നെയാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെന്ന് പറയാനാണെങ്കിൽ അവിടുത്തെ കുക്ക് ഞാനല്ല, അതും കൂടെ ഒന്ന് പറഞ്ഞേക്കുവാണ്. ഞാനല്ല കേട്ടോ, അവിടെ ചേച്ചിമാരാണ് കുക്ക് ചെയ്യുന്നത്.
2-3 ചേച്ചിമാരുണ്ട്, ഇപ്പം 4 ചേച്ചിമാരുണ്ട്. ചേച്ചിമാരെല്ലാവരും കൂടെ അടിപൊളിയായിട്ട് കുക്ക് ചെയ്ത് തരുവാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഞാൻ പോവാറുണ്ട്, മിക്ക ദിവസങ്ങളിലും ഞാൻ പോവാറുണ്ട്. കഴിഞ്ഞ ഒരാഴ്ച ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ ദിവസങ്ങളിലും തന്നെ ഞാൻ പോവാറുണ്ട്. പിന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വ്ളോഗ് എടുക്കാനൊന്നും എന്നെക്കൊണ്ട് ഇതുവരെ പറ്റിയിട്ടില്ല. ഏതെങ്കിലും ഒരു ദിവസം ഇൻഷാല്ലാ പോകുമ്പോഴത്തേക്കിന് നല്ല കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വ്ളോഗ് എടുക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു ടൈമിൽ നല്ല കുറച്ച് റഷായിട്ടുള്ള ടൈമായിരിക്കും കേട്ടോ. ഓർഡറും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ആൾക്കാരും വന്നിരിക്കുന്ന ആ ഒരു ടൈമിൽ ഞാൻ ഇടയ്ക്ക് കിടന്ന് വീഡിയോ എടുത്ത് കുളവാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മിക്ക ദിവസങ്ങളിലും ഞാൻ പോകുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റാറില്ല. ഏതെങ്കിലും ഒരു ദിവസം പറ്റും ഇൻഷാല്ലാ, അപ്പം ഞാൻ വീഡിയോ എടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അധികവും മാങ്ങാച്ചാറ് തന്നെയാണ് കൊടുക്കാൻ ശ്രമിക്കാറ്. പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അവിടെ ചെന്നിട്ടുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഹോട്ടൽ തുടങ്ങുന്നതിൻ്റെ ഒരു 2 ദിവസം മുന്നേ ഉള്ള കാര്യമാണ്. ഞാൻ അച്ചാറൊക്കെ ഇട്ട് സെറ്റാക്കി വെക്കുകയാണ്. ഈ അച്ചാർ ഇട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മിക്ക വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, കുറേ അച്ചാറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ആകും, എന്താകും. പിന്നെ എന്നിട്ട് ഞങ്ങൾ തന്നെ സമാധാനിക്കും, അപ്പോൾ ഇല്ലെങ്കിൽ ഹോസ്റ്റലിൽ കൊടുക്കാമല്ലോ അങ്ങനെ വിചാരിക്കും കേട്ടോ. ഹോസ്റ്റലിലെ കുട്ടികൾക്ക് കൊടുക്കാമല്ലോ അങ്ങനെ വിചാരിക്കും. അങ്ങനെ അൽഹംദുലില്ലാ വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ തന്നെ വലിയ കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അൽഹംദുലില്ലാ. പിന്നെ അച്ചാറിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ സാധാരണ ഇടുന്ന പോലെ നല്ല രീതിയിൽ തന്നെ നല്ലെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് നമ്മൾ കടുക് പൊടിയും ഉലുവയും കൂടെ കടുക് ആദ്യം പൊട്ടിച്ചു, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചു. പിന്നെ അതിലേക്ക് കടുകും ഉലുവയും കൂടെ ഒന്ന് പൊടിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നത് പിക്കിൾ പൗഡറാണ്. നമ്മളധികം അച്ചാറിടുന്ന സമയത്ത് കൂടുതൽ അച്ചാറിടുന്ന സമയത്ത് പിക്കിൾ പൗഡർ ചേർക്കുകയാണെങ്കിൽ നല്ലതാണ്. ഞാൻ പൊതുവേ പിക്കിൾ പൗഡർ യൂസ് ചെയ്തിട്ട് അച്ചാറിടുന്ന ഒരാളല്ല. പക്ഷേ നമ്മൾ പുറത്തേക്കൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കിനും നമുക്കൊരു ഉള്ളിലൊരു ഭയം ഉണ്ടായിരുന്നു. കുറച്ച് പിക്കിൾ പൗഡറും കൂടി ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഏകദേശം 1 കവർ പിക്കിൾ പൗഡറും പിന്നെ കുറച്ച് അധികം നല്ല മുളക് പൊടിയും പിന്നെ സാദാ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എരിവിന് ആവശ്യമായിട്ടുള്ളതും സാദാ കളറിന് ആവശ്യമായിട്ടുള്ളതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിക്കിൾ പൗഡർ ഇട്ട് കൊടുത്ത് നമ്മൾ ഓൾറെഡി മാങ്ങ നമ്മൾ കായപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് പുരട്ടി വെച്ചേക്കുകയാണ് കേട്ടോ. അത് മൊത്തം നമ്മൾ പുരട്ടി വെച്ചേക്കുവാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ വരട്ടിയെടുക്കണം. നന്നായിട്ട് ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് നന്നായിട്ട് ആ എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. കുറച്ച് വെള്ളവും നല്ല ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളം കേട്ടോ ഞാൻ ഒഴിക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ചധികം തന്നെ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ മാങ്ങയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും വലിയൊരു ക്വാണ്ടിറ്റിയിൽ അച്ചാർ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പക്ഷേ ഈ ഒരു അച്ചാർ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനും ഉമ്മയും കൂടെയാണ് കേട്ടോ അച്ചാറിനുള്ള കംപ്ലീറ്റ് മാങ്ങയും അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അരിയുന്നത് ഒരു ടാസ്ക്കാണ് കേട്ടോ. കുഞ്ഞതായിട്ട് അരിയുന്നത് കുറേ നേരം ഇരുന്ന് നമ്മൾ ഈ മാങ്ങ അരിയുന്നത് മാത്രമാണ് ഒരു പാട്. ബാക്കിയൊക്കെ സിമ്പിളാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നല്ല രീതിയിൽ അരച്ചത് കാരണമാണ് ഇത്രയും അരപ്പിങ്ങനെ തോന്നുന്നത്. പിന്നെ പലരും അച്ചാർ നല്ലതായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു ഭയങ്കര സന്തോഷം തോന്നി. സ്വിഗ്ഗിയിലൊക്കെ ഓർഡർ കൊടുക്കുന്ന സമയത്ത് അച്ചാർ എക്സ്ട്രാ വേണം എന്നവർ ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാനങ്ങ് ചെറുതായിട്ടൊക്കെ പൊങ്ങി. അവിടുത്തെ എല്ലാ കറികളും അടിപൊളിയാണ് കേട്ടോ. ചേച്ചിമാർ നന്നായിട്ട് കുക്ക് ചെയ്യും. ഇപ്പോൾ അവിടുത്തെ കുക്കിൽ ലില്ലി ചേച്ചിയാണ്, നന്നായിട്ട് കുക്ക് ചെയ്യും, സൂപ്പറാണ്. അവരെയൊക്കെ കാണിച്ചിട്ടുള്ള ഞാൻ ചേച്ചിമാരെയൊക്കെ കൂടെ ആയിട്ട് മറ്റൊരു വ്ളോഗിൽ ചെയ്യാട്ടോ. അവരും അങ്ങോട്ട് പെട്ടെന്ന് വീഡിയോ ഒക്കെ വാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരും അങ്ങോട്ട് സെറ്റ് ആവില്ലല്ലോ. അവരെപ്പോഴെങ്കിലും സമ്മതിക്കുമ്പോൾ ഞാൻ ഇൻഷാല്ലാ എല്ലാവരെയും കൂടെ വെച്ചിട്ട് വീഡിയോ ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു മിക്സ് നല്ല പോലെ തിളപ്പിച്ചെടുക്കണം. ഇത് നമുക്ക് ഇന്ന് കൂട്ടി തീർക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ, കുറച്ച് ദിവസം ഇരിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു നമ്മളൊഴിച്ച വെള്ളവും ഒക്കെ നന്നായിട്ട് തിളച്ച് നല്ല രീതിയിൽ മസാലയും കാര്യങ്ങളൊക്കെ നല്ലപോലെ തിളച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ മാങ്ങയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് തിളച്ചത് ആ എണ്ണയൊക്കെ ഇങ്ങനെ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യക്കൂട്ടൻ അപ്പുറത്തേന്ന് ഖുർആൻ ഓതുവാണ് കേട്ടോ. അപ്പോൾ പഠിക്കാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ പണി എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ ഇതുപോലെ ഇവിടെ ഇരുന്നിട്ട് ഓതോ പഠിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ എനിക്കാണെങ്കിൽ അത് കേൾക്കുകയും ചെയ്യാൻ പറ്റും, പറഞ്ഞും കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ അത് ഞാൻ 5 കിലോ അരിഞ്ഞത് ഇട്ടിട്ടുണ്ട്. ബാക്കി 5 കിലോ പിന്നീടാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അത് ഇളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഞാൻ ഫസ്റ്റ് മസാലയിലേക്ക് ഇട്ടിട്ട് പകുതി ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ശരിക്കും മസാല 2ആയിട്ട് മാറ്റിയിട്ട് 2ലേക്കും മാങ്ങ ഇട്ടിട്ട് അങ്ങനെ എടുത്താൽ മതിയായിരുന്നു കേട്ടോ. പക്ഷേ ഇതിങ്ങനെ കാണിച്ചത് ഇരട്ടിപ്പണിയായിപ്പോയി. പിന്നെ രണ്ടും കറക്റ്റാക്കി തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ ശരിയാക്കി എടുത്തത്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ പിന്നെ അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ കറക്റ്റായിട്ട് എടുത്തിട്ടില്ല.
അപ്പോൾ പിന്നെ ഞാൻ ഇതിലേക്ക് തന്നെ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. ലാസ്റ്റ് 2 പാത്രത്തിൽ 2 ബാക്കി മാങ്ങയും കൂടി ഇട്ടിട്ട് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതൊന്ന് എരിവും പുളിയും ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തതാണ്. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് കായപ്പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് കായപ്പൊടി ഓൾറെഡി ആ ഒരു മാങ്ങയിൽ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ബാക്കിയുള്ളതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ മാങ്ങ 2ആയിട്ട് മാറ്റുന്നതും ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. ആ ഒരു ടൈമിൽ പിന്നെ അങ്ങോട്ട് ഇത് 2ആയിട്ട് മാറ്റണം എന്ന് വിചാരിച്ചിട്ട് നടക്കാൻ ഞാൻ പിന്നെ ഒരു ടെൻഷനായിപ്പോയി. ഇനിയിപ്പോൾ ഇത് ഏത് പാത്രത്തിലേക്ക് മാറ്റും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു ടെൻഷനായിപ്പോയി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ചു മറിച്ചിട്ട് എന്തൊക്കെയാണ് റെഡിയാക്കി എടുത്തത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ അച്ചാറിൻ്റെ ഫൈനൽ ലുക്ക്. 10 കിലോ മാങ്ങയും ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അരിയുന്നത് ഞാൻ പറഞ്ഞ പോലെ ഒരു ടാസ്ക് തന്നെയായിരുന്നു. അപ്പോൾ ഇതാ അപ്പുറത്ത് മറ്റൊരു പാത്രത്തിലും കൂടെ അച്ചാറുണ്ട്. മോനൂട്ടൻ ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ. ഇവിടെ അതാ ഭയങ്കര അച്ചാർ തീറ്റയാണ്. മാങ്ങ തിന്നുന്ന ആശാനാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് അച്ചാർ, ഇതുപോലത്തെ മാങ്ങയും കാര്യങ്ങളൊക്കെ. ആ ഹോട്ടൽ തുടങ്ങുന്ന സമയത്ത് മോന് കംപ്ലീറ്റ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഭയങ്കര ഹെൽപ്പായിരുന്നു കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോനും കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളെത്തുന്നതിന് മുന്നേ തന്നെ രാവിലെ അവനാണ് ആദ്യം പോവാറ്, ഹോട്ടലിലേക്ക് ആദ്യം പോവാറ്. അപ്പോൾ അങ്ങനെ അച്ചാറൊക്കെ ഇട്ടതാ കുപ്പികളിൽ നിറച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോൾ ഒരു സന്തോഷം. പിന്നെ നമ്മുടെ വീട്ടിലേക്കും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ നമ്മൾ ആർക്കണ്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ അച്ചാറിൽ നിന്ന് തന്നെ. പിന്നെ നമ്മൾ തലേദിവസം പോയിട്ട് ഇതൊക്കെ ഒന്ന് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ബാനറും കാര്യങ്ങളൊക്കെ ഒട്ടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒട്ടിച്ചു. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ഒരു സ്ഥാപനം. അപ്പോൾ മീനും ചോറും സംഭവങ്ങളൊക്കെ ഒന്ന് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓപ്പണിംഗ് നൗ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ശരിക്കും കുറച്ചും കൂടെ ദിവസം മുന്നെയാണ് നമ്മൾ ഉദ്ഘാടനമായിട്ടൊന്നുമില്ല, എന്നാലും നമ്മൾ തുടങ്ങാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പല പണികളും വൈകിയത് കാരണമാണ് ലേറ്റായി പോവായിരുന്നു. പിന്നെ അപ്പോൾ ഇതിപ്പോൾ ഇവിടെ പണിയൊക്കെ നടന്നുകൊണ്ടിരുന്നൊരു സമയത്തുള്ളതാണ്. ഓരോ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ടേബിളൊക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ടേബിളൊക്കെ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ വാങ്ങണം. അപ്പോൾ ഇതൊക്കെയാണ് ഒരു സെറ്റപ്പും ഒക്കെ. പിന്നെ അതിൻ്റെ പിറ്റേ ദിവസമാണ് ബാക്കി കംപ്ലീറ്റ് ആയിട്ടും എല്ലാം ചെയ്തത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ തന്നെ ചേച്ചിമാരെല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് ആയിട്ട് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പാത്രങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ ചേച്ചിമാർ വന്ന് സാധനങ്ങളെല്ലാം പെട്ടിയിൽ പാത്രങ്ങളിലാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. മിക്സി കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു. ഓട്ടമായിരുന്നു കേട്ടോ. ഇക്കായും മോനും രണ്ടുപേരും ഓട്ടമായിരുന്നു. പിന്നെ ഇക്കാൻ്റെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ തൂക്കുപാത്രം, പിന്നെ ഗ്ലാസ്, പ്ലേറ്റ്, ഇത് തൂക്കാണ് കേട്ടോ. അതായത് ഇത് സാമ്പാർ, മോരുകറി അങ്ങനത്തെ ഐറ്റംസ് എടുക്കാനും, പിന്നെ ഒരു 3 ഇതുള്ളതില്ലേ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറികൾ എടുക്കാനുള്ളതാണ്. നമുക്ക് 4 കറിയാണ് സൈഡ് കറിയായിട്ട് നോർമലി വരുന്നത്. പിന്നെ ഇത് പച്ചമോര്, രസം അങ്ങനത്തെ സംഭവങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാത്രം വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മുടെ പ്ലേറ്റാണ്, ചെറിയ പ്ലേറ്റുകൾ. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പെഷ്യലുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മീൻ പൊരിച്ചത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് മീൻ കറിക്കുള്ള കിണ്ണമാണ് കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലിരുന്ന ഈ ഒരു കുപ്പി, ഇത് സോസറാണ് നമ്മുടെ ചായക്കപ്പിൻ്റെ അടിയിൽ വരുന്നത്. അപ്പോൾ അതും ഞാൻ കുറച്ചധികം വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യത്തിന് എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊണ്ടുവന്ന് വെച്ചതാണ്. പിന്നെ ഇതാണ് ഫ്രൈ ചെയ്യുന്ന പാത്രങ്ങൾ. ഇതൊരു 3-4 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ പിച്ചാത്തി കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഉരുളികളും ചീനച്ചട്ടിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാണ് പാത്രം കേട്ടോ. പിന്നെ ഇതിലാണ് 4 കറികൾ നമ്മൾ വെക്കുന്നത്. പിന്നെ എക്സ്ട്രാ ഒരു പപ്പടവും കൂടി ഉണ്ടാവും. പിന്നെ ഉണക്കമുളക് ചില ദിവസങ്ങളിലുണ്ടാവും. അങ്ങനെ അപ്പോൾ എല്ലാ ദിവസങ്ങളിലും ഉണക്കമുളക് മീൻസ് കൊണ്ടാട്ട മുളക് കേട്ടോ വേണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ കാര്യമായിട്ട് അങ്ങനെ അധികം ആൾക്കാരും കഴിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ചില ദിവസങ്ങളിൽ ഉണക്കമുളക് വരാറുണ്ട്, കൊണ്ടാട്ട മുളക് വരാറുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇതുപോലെ എല്ലാ സാധനങ്ങളും കഴുകി പിറക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തടുക്ക് കാര്യങ്ങൾ, നമ്മുടെ അച്ചാർ ഒരു കുപ്പി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ പലചരക്ക് സാധനങ്ങളൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നതേ ഉള്ളൂ കുറച്ചൊക്കെ. ബാക്കിയുള്ളതൊക്കെ ഉള്ളതൊക്കെ ചേച്ചിമാർ വൃത്തിയാക്കി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഉണക്കമുളക് അവിടെ ഇരിക്കുന്നത്, ഉണക്കമുളകല്ല കൊണ്ടാട്ടമുളക് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ പിന്നെ പപ്പടം, അപ്പോൾ അങ്ങനെയൊക്കെ ഗ്യാസ് കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചേക്കുവാണ്. ഇനിയിപ്പോൾ രാവിലെ നമ്മൾ തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ ദിവസം നമ്മൾ ഫുഡ് അങ്ങനെ പൈസയ്ക്ക് കൊടുത്തില്ല. നമ്മൾ അടുത്തുള്ളവർക്കും കടകളിലുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ ഫ്രീ ആയിട്ടാണ് ആദ്യത്തെ ദിവസം ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ഒരു ട്രയൽ നോക്കാമെന്ന് പറയത്തില്ലേ, നമുക്കിത് ആദ്യം നമ്മൾ എന്താണെന്ന് ഒരു ഐഡിയ ഇല്ലാത്തത് കാരണം ആദ്യത്തെ ദിവസം ഒരു ട്രയൽ പോലെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ ദിവസം തന്നെ ക്യാഷ് ഒന്നും വാങ്ങിയില്ല. ആദ്യത്തെ ദിവസം നമ്മൾ ഒരു ട്രയൽ പോലെ ഫുഡെല്ലാം ഉണ്ടാക്കി നോക്കി. എന്നിട്ട് നമ്മൾ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ വിളിച്ചിട്ട് ഫുഡ് കൊടുത്തു. അന്നത്തെ ദിവസം നമ്മൾ ഒരു കാശ് പോലും ആരുടെ നിന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം. സ്റ്റൂളും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് എല്ലായിടത്തും ചെയറെല്ലാം ഇട്ട് എല്ലാം റെഡിയാക്കിക്കൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. ഇക്കായും മോനും 2-3 ദിവസമായിട്ട് ഫുൾ ഇവിടെ തന്നെയാണ് കേട്ടോ, ഓരോ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ മോനും ഉള്ളതുകൊണ്ട് ഇവിടെ മോനുവിനെ ആക്കിയിട്ട് ഇക്കാക്ക് ബാക്കിയുള്ള ആവശ്യങ്ങൾക്കൊക്കെ പോവുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും നാളെയാണ് സ്റ്റാർട്ടിങ്. ഒരുപാട് സന്തോഷവും ടെൻഷനും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം തുടങ്ങുന്നതല്ലോ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ ടെൻഷനും ഉണ്ടായിരുന്നു. എണ്ണിക്കേടാ പുതിയ എന്തോ മറിച്ചിട്ടോടാ. അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പുറത്തൊക്കെ ഹിന്ദിക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതാണ് കേട്ടോ പാത്രമൊക്കെ കഴുകാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഇന്ന് ടാങ്കും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി നീറ്റാക്കാൻ വേണ്ടിയിട്ട് ആളെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാത്രിത്തേക്ക് അവരും കൂടെ വരുമ്പോഴത്തേക്കിനും പിന്നെ അതാ കുറച്ച് ആ മരം വെട്ടിയിട്ടതും മരമല്ല വാഴ എന്തൊക്കെ വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി അവർ മാറ്റിക്കോളും. ഒടിഞ്ഞു വീണതാണ് കേട്ടോ വാഴ. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കണം. അപ്പോൾ അതിനൊക്കെ ഹിന്ദിക്കാരൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. അയാളും കൂടെ വന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ടാങ്കൊക്കെ ഒന്ന് കഴുകി ഇറക്കി അടുത്ത പുതിയ വെള്ളമൊക്കെ കയറ്റി സെറ്റപ്പ് ആക്കണം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഹോസ്റ്റലാണ്. അപ്പോൾ അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ ഇപ്പോൾ. അതായത് ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഹോട്ടൽ തുടങ്ങുന്ന ടൈമിൽ അത് സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നില്ല. പണിയൊക്കെ നടക്കാനുണ്ടായിരുന്നു. കട്ടിലും കാര്യങ്ങളൊക്കെ കയറ്റാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയുമാണ് മൊത്തത്തിലുള്ളൊരു സെറ്റപ്പ് കേട്ടോ. ഞാനിപ്പോൾ കാണിച്ചു തന്ന പോലെ ഉൾഭാഗം കംപ്ലീറ്റ് കാണിച്ചിട്ടുണ്ട്. പിന്നെ അതാ മുകളിൽ ടാങ്ക് ക്ലീൻ ചെയ്യാനൊക്കെ ആൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ പോയി നിന്നു. പിന്നെന്താ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഹോട്ടൽ വിശേഷങ്ങളും ഹോട്ടൽ ടൂറും കാര്യങ്ങളും ഒക്കെ കേട്ടോ. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക. അതുപോലെ ഇവിടെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ വന്ന് കഴിക്കുക. അതുപോലെ വന്ന് കഴിക്കാൻ പറ്റുന്നവർ വന്ന് കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ എന്താ ഇടയ്ക്കൊക്കെ ഞാനും ഉണ്ടാവും. പിന്നെന്താ പറയാനുള്ള, പിന്നെ സ്വിഗ്ഗി സൊമാറ്റോ രണ്ടിലും അവൈലബിൾ ആണ്. മീനും ചോറും എന്ന് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ തുടക്കം. ഇന്നത്തെ ആദ്യത്തെ ദിവസമാണ് കേട്ടോ. അപ്പം രാവിലെ തന്നെ ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കിച്ചണിൽ ഓരോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് 3 സ്റ്റാഫാണുള്ളത്. 2 പേര് ഹെൽപ്പും കാര്യങ്ങളും സെർവിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കും. അപ്പോൾ മെയിനായിട്ട് ഒരു കുക്കുമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ക്യാബേജൊക്കെ അവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ആദ്യത്തെ ദിവസമായതുകൊണ്ട് എല്ലാം കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ റെഡി ആയത്. അപ്പോൾ ഇങ്ങനൊരു ട്രയൽ എടുത്തത് എന്തുകൊണ്ടും നന്നായെന്ന് ഞങ്ങൾക്ക് തോന്നി. കാരണം പിറ്റേ ദിവസം ഇതുപോലെ ലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ലല്ലോ, നേരത്തെ തന്നെ റെഡി ആവണം. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഒന്ന് വെച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ചെയ്തത്. അപ്പോൾ അയല മുളകാണം വെക്കുകയാണ് നമ്മൾ പിറ്റേന്ന്. അതായത് നമ്മൾ തുടങ്ങുന്ന ദിവസം എന്തൊക്കെയാണോ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത് ആ സാധനങ്ങളെല്ലാം നമ്മൾ തലേന്ന് ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണ് ചെയ്തത്. കാരണം നമുക്കും കൂടെ അറിയണമല്ലോ ടേസ്റ്റ് ഉണ്ടോ, അടിപൊളിയാണോ, നമുക്ക് കഴിച്ചിട്ട് ഇഷ്ടമാവുന്നതാണ് നമ്മൾ കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാണെങ്കിൽ ഒരു കറിയും 4 കറികളും മെയിനായിട്ട് ഉണ്ടാവും. അതിൽ അച്ചാറ്, ചമ്മന്തിപ്പൊടി എല്ലാ ദിവസവും കോൺസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാവും. അതിൻ്റെ കൂടെ അവിയൽ, ഒരു തോരൻ, അല്ലെങ്കിൽ ഒരു തോരൻ, ഒരു മെഴുക്കുവരട്ടി, അങ്ങനെ ആയിരിക്കും. പിന്നെ പപ്പടം, പിന്നെ സാമ്പാർ ഉണ്ടാവും, മോരുണ്ടാവും, പച്ചമോരുണ്ടാവും, സാമ്പാർ, പച്ചമോര്, പിന്നെ ചെമ്മീൻ ചാറ്, ഉണക്ക ചെമ്മീൻ്റെ ചാറ് അല്ലെങ്കിൽ മീൻകറീൻ്റെ ചാറ്. ഇത്രയാണ് ഊണിൻ്റെ കൂടെ കൊടുക്കുന്നത്. പിന്നെ സ്പെഷ്യലായിട്ട് നമ്മൾ ചെറിയ മീനുകൾ മാത്രമേ ഉള്ളൂ. കരിമീൻ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ. കരിമീൻ, ആവോലി, നെമ്മീൻ അങ്ങനത്തെ വലിയ വലിയ ഐറ്റംസ് ഒന്നുമില്ല. ചെറിയ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. മത്തി ഉണ്ടാവും, അല്ലെങ്കിൽ മത്തി, ചാള, മത്തി, പിന്നെ നമ്മൾ അയല ഉണ്ടാവും, മത്തി ഉണ്ടാവും, കൂന്തൽ ഉണ്ടാവും, ചെമ്മീൻ ഉണ്ടാവും, കക്ക ഉണ്ടാവും, കൊഴുവ ഉണ്ടാവും, പൊടിമീൻ ഉണ്ടാവും,
പിന്നെ ചില ദിവസങ്ങളിൽ കണമ്പ്, വറ്റ, പൂമീൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറി മറിഞ്ഞൊക്കെ വരും. അല്ലാത്ത വലിയ വലിയ മീനുകളൊന്നും ഇല്ല കേട്ടോ. ഒരു 100 രൂപയ്ക്ക് മേളിലേക്കുള്ള ഒരു മീനുകളും ഇവിടെ ഇല്ല. 50 രൂപ മുതൽ സ്പെഷ്യൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ 90 രൂപയ്ക്കും 50 രൂപയ്ക്കും നടുവിലുള്ള ആ ഒരു റേറ്റിൽ, അതായത് 50, 60, 70, 80, 90 ആ ഒരു രീതിയിലാണ് കേട്ടോ സ്പെഷ്യലുകളെല്ലാം കൊടുക്കുന്നത്. കേരയുണ്ട് കേട്ടോ, ഞാൻ കേരയുടെ കാര്യം പറയാൻ മറന്നുപോയി. കേര വറുത്തരച്ചതുണ്ട്, ചെമ്മീൻ റോസ്റ്റ് ഉണ്ട്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ കേര വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വറുത്തരപ്പൊക്കെ റെഡിയാക്കുന്നുണ്ട്. കേര പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഫ്രൈയിലേക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഉള്ള സവാളയും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ബാക്കി പണിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാം നീറ്റാക്കി കഴിഞ്ഞതിന് ശേഷം സവാളയും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം പണിയൊക്കെ ഒതുങ്ങി. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 12 മണി കഴിഞ്ഞപ്പോൾ പിന്നെ നല്ല തിരക്കായി പോയി. നമ്മൾ കൺട്രോൾ ചെയ്യുക, കാരണം ആദ്യത്തെ ദിവസം ഫുഡ് നമ്മൾ പൈസ ഒന്നും വാങ്ങിക്കുന്നില്ല, ഫ്രീ ആയിട്ടാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ പിന്നെ അങ്ങോട്ട് ഭയങ്കര തിരക്കായിരുന്നു. 12 to ഒരു 2 മണി വരെയൊക്കെ നല്ല തിരക്കായിരുന്നു. നമ്മൾ വീണ്ടും ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ വളരെ സാവധാനത്തിലാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരു 11:30 കഴിഞ്ഞപ്പോഴത്തേക്കിനും 2-3 കുട്ടികളാണ് കേട്ടോ ആദ്യം വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഫുഡ് കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു തോരൻ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ, എന്താ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല, നമ്മൾ എന്താ ചെയ്യുന്നതെന്നുള്ളതിന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം മുതലാണ് നമുക്ക് എല്ലാം കറക്റ്റായിട്ട് കിട്ടിയത്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു തോരൻ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. നമ്മുടെ അച്ചാറൊക്കെ തലേന്നേ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അച്ചാറ്, ചമ്മന്തിപ്പൊടി ഉണ്ട്, പിന്നെ തോരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ ദിവസം ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്നിപ്പോൾ നമ്മൾ അങ്ങനെ കാര്യമായിട്ട് പൈസ കാര്യങ്ങളൊന്നും വാങ്ങിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇന്ന് പുറത്തേക്കൊന്നും കൊടുക്കുന്നൊന്നുമില്ല. ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്വിഗ്ഗി, സൊമാറ്റോ ഒക്കെ കൊടുക്കാനൊക്കെ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അടുത്തടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് കാണിക്കാം കേട്ടോ. പിന്നെ ഈ ഒരു ഉച്ച സമയം എന്ന് പറയുമ്പോൾ അത്യാവശ്യം കുറച്ച് തിരക്കുള്ളൊരു ടൈമായിരിക്കും എല്ലാവർക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് വീഡിയോ എടുക്കാനും അങ്ങനെ കാര്യമായിട്ട് പറ്റിയില്ല. എന്നാലും പല ദിവസങ്ങളിലായിട്ട് ഞാൻ വീഡിയോ എടുത്ത് വെച്ചതൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് പിന്നീട് ഇടാട്ടാ. പിന്നെ ആദ്യത്തെ ദിവസത്തെ വീഡിയോ ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ അതൊക്കെ കാണിച്ചു തരാം. പിന്നെ ആ മീനൊക്കെ ഇങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പുതിയ പാത്രങ്ങളൊക്കെ അടുപ്പയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരുത്തർ വരാൻ തുടങ്ങിയപ്പോൾ പിന്നെ ചോറൊക്കെ കൊണ്ടുവന്ന് കൊടുക്കാൻ തുടങ്ങിയിട്ട് പിന്നെ അങ്ങോട്ട് ഭയങ്കര തിരക്കായി പോയിട്ടാ. ഭയങ്കര നല്ല പോലെ തിരക്കായി പോയി. നമുക്ക് ആളുകൾ പുറത്തു വന്ന് നിൽക്കാനായിട്ട് അങ്ങനത്തെ ഒരു ഇതായി പോയിട്ടാ. അപ്പോൾ ആദ്യം വന്ന 2 കുട്ടികൾ അവരായിരുന്നു. പിന്നെ അങ്ങനെ ഓരോരുത്തരും വന്ന് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വെച്ച മീൻ കംപ്ലീറ്റും എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ടേസ്റ്റൊക്കെ അറിയാൻ വേണ്ടിയിട്ടും ഒന്ന് ട്രയൽ അടിച്ച് നോക്കിയതാണ് എല്ലാം എങ്ങനെയുണ്ട് എന്ന് അറിയാൻ വേണ്ടി. പിന്നെ നമ്മുടെ പരിസരത്ത് കുറേ കടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കെല്ലാം നമ്മൾ അന്നത്തെ ദിവസം ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ കട വരുന്നത് പാലാരിവട്ടത്താണ്, സുരഭി റോഡ്. അതായത് അവിടെ ഒരു QRS ഉണ്ട്, അല്ലെങ്കിൽ അരിപ്പ റെസ്റ്റോറൻറ്റ് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇവിടെ ഉള്ളവർക്കൊക്കെ അരിപ്പ റെസ്റ്റോറൻറ്റ് അറിയായിരിക്കും. അപ്പോൾ അരിപ്പ റെസ്റ്റോറൻറ്റ് തൊട്ടിപ്പുറത്തൊരു സുരഭി റോഡുണ്ട്. ആ റോഡിൽ വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. മീനും ചോറും റെസ്റ്റോറൻറ്റ്, ചെറിയൊരു സെറ്റപ്പാണ്, ഭയങ്കര സംഭവമൊന്നുമല്ല. ഇതുപോലെ കുഞ്ഞു മീനുകളും ചോറും, സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ചോറും കറിയും ഒക്കെയാണ്. ചേച്ചിമാരുണ്ടാക്കുന്ന സിമ്പിൾ ഊണ് കേട്ടോ, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും പറ്റുന്നവരൊക്കെ വരാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്ന ഏറ്റവും ഉപരിയായിട്ട് ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക. അപ്പോൾ അൽഹംദുലില്ലാ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. ഞാനും ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി വീട്ടിൽ പോട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.